ഹായ് ഫ്രണ്ട്സ്, ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്ന റെസിപ്പി എന്താണെന്ന് വെച്ചാൽ മഷ്റൂമും വെജിറ്റബിൾസും ചേർന്ന ഒരു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, അതും വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റൂ. നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ സ്റ്റൂവിന് വേണ്ടി ഞാൻ മെയിനായിട്ട് എടുത്തിരിക്കുന്നത് 200 ഗ്രാം മഷ്റൂംസും പിന്നെ കുറച്ച് വെജിറ്റബിൾസ്, ക്യാരറ്റ്, ബീൻസ്, ബ്രോക്കലി, പിന്നെ തേങ്ങാപ്പാൽ, രണ്ടാം പാലും ഒന്നാം പാലും. പിന്നെ നമുക്ക് ഞാൻ ഓരോന്നോരോന്നായിട്ട് ചെയ്യുമ്പോൾ കാണിക്കാം. ആദ്യമായിട്ട് നമ്മളൊരു കടായി അടുപ്പിൽ വെച്ചിട്ട് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഗീയും കൂടെ ഒഴിക്കുക. ഈ ഓയിലും ഗീയും ചൂടായി കഴിഞ്ഞതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ ഈ വെജിറ്റബിൾ നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുത്ത് മാറ്റി വയ്ക്കണം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ 5-6 കാഷ്യൂനട്ടും എടുത്ത് വെച്ചിട്ടുണ്ട്, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരല്പം ഉപ്പും കൂടെ ഇതിലേക്ക് ചേർക്കുക. ഇപ്പോൾ ഇത് ഒരുമാതിരി ഒന്ന് വെന്തിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ഇതിൻ്റെ കളർ മാറാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ആദ്യം ഇങ്ങനെ ചെയ്യുന്നത്. ഇത് നമുക്ക് അവസാനം ഇത് ചേർക്കത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ കളറൊന്നും പോകാതെ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് ഓയിലൂടെ ഒഴിക്കാം. ഓയിൽ ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകം ചേർക്കുക. നമ്മൾ കടുകിന് പകരം പെരുംജീരകമാണ് ചേർക്കുന്നത്. എന്നിട്ട് അതിലേക്ക് 1 സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞാണ്, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇവിടെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 2 കഷ്ണം വെളുത്തുള്ളി അരിഞ്ഞത്, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരല്പം ഉപ്പും കൂടെ ഇതിലേക്ക് ചേർക്കാം. ഈ സവാളയങ്ങ് ഒരുപാടങ്ങ് മൂത്ത് പോകണ്ട, കുറച്ച് നേരം ഒന്ന് ഹാഫ് കുക്കായാൽ മതി, ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഈ മഷ്റൂം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ചിക്കൻ്റെ മാഗി ക്യൂബും കൂടി ഇടുന്നുണ്ട്. നോൺ വെജ് ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഇടണ്ട. ഇതെനിക്കത് ഇഷ്ടമായതുകൊണ്ടാണ് ഞാനിത് ഇടുന്നത്. അപ്പോൾ കുറച്ചുകൂടെ കറിക്ക് ഒരു ടേസ്റ്റൊക്കെ കൂടുതലായിട്ട് കിട്ടും. നമുക്കിതിന് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ചതച്ച കുരുമുളക് പൊടിയും ചേർക്കാം, അല്ലാത്ത പൊടി വേണമെങ്കിലും ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് രണ്ടാം പാല് ചേർക്കാം. തേങ്ങാപ്പാൽ, രണ്ടാമത്തെ പാല് ഒഴിച്ചു കൊടുക്കാം. വളരെ ഈസിയാണ് ഈ സ്റ്റൂ ഉണ്ടാക്കാനായിട്ട്. ഇനി ഇതിങ്ങനെ ഒന്ന് കിടന്ന് നല്ലതായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്, നല്ലതായിട്ട് വെന്തും വന്നിട്ടുണ്ട്.
അപ്പോൾ ഒന്ന് കുറുകി വന്നിട്ടുണ്ടത്. ഇനി നമുക്കിതിലേക്ക് ഒരു ടൊമാറ്റോ വട്ടത്തിലരിഞ്ഞത് ചേർക്കാം. ഇതൊന്ന് തിളച്ചാൽ മാത്രം മതി. ഒരുപാട് നേരം ഇത് കിടന്നിങ്ങനെ വേകേണ്ട കാര്യമില്ല. ആ ചൂടുകൊണ്ട് ആ ടൊമാറ്റോ അങ്ങ് വെന്തോളും, അതുപോലെ പുളിയും ഇറങ്ങിക്കിട്ടും. ഇനി നമുക്കിതിലേക്ക് ഒന്നാമത്തെ പാല് ചേർക്കാം. ഇനി ഒന്ന് തിളച്ചാൽ മാത്രം മതി. ഞാൻ ഇതിലേക്ക് ഒരല്പം, ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത് ചേർക്കുന്നുണ്ട്. ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും. നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച വെജിറ്റബിളും നമുക്കിതിലേക്ക് ചേർക്കാം. ഇപ്പം നല്ല കളർഫുള്ളായിട്ടുള്ള സ്റ്റൂ റെഡിയായി. ഇനി ഒരല്പം ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഒരല്പം മല്ലിയില, സ്പ്രിംഗ് ഓണിയൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത്, അതും കൂടെ ചേർത്ത് നമുക്കത് തീ ഓഫ് ചെയ്യാം. കണ്ടില്ലേ, അപ്പത്തിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റി. അതുപോലെ ചപ്പാത്തി. നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നോക്കി, ഇതിൻ്റെ കളർ കണ്ടില്ലേ, ആ പച്ച നിറമൊന്നും പോകാതെ അത് വെജിറ്റബിൾസിൻ്റെയൊക്കെ ഒറിജിനൽ കളറിൽ കണ്ടില്ലേ. അപ്പോൾ ഒരു നല്ല ഭംഗി അത് കാണാൻ, കഴിക്കാനും വളരെ രുചിയാണ്. നിങ്ങളിതെല്ലാവരും ഒന്ന് വീട്ടിലൊന്നും ഉണ്ടാക്കി നോക്കണം, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. വെജിറ്റബിൾസും മഷ്റൂമും കാഷ്യൂനട്ട്സും എല്ലാം കൂടെ ഒരു നല്ല പെർഫെക്റ്റ് കോമ്പിനേഷൻ. അപ്പോൾ എല്ലാവരും കണ്ടില്ലേ, ഞാൻ വളരെ ഈസി ആയിട്ട് ഈ ഉണ്ടാക്കിയ സ്റ്റൂ, ഈ മഷ്റൂം സ്റ്റൂ ഉണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ്, വളരെ സിമ്പിളാണ്. അതുപോലെ ഒരു 1/2 hour പോലും നമുക്ക് വേണ്ട. അതും പ്രത്യേകിച്ച് ബ്രെഡിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഇത് കഴിക്കാൻ. അപ്പം, ബ്രെഡ്, ചപ്പാത്തി, ഇതിനൊക്കെ വളരെ നന്നായിട്ട് ചേരും ഈ കോമ്പിനേഷൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിലിത് തയ്യാറാക്കി നോക്കണം. അതുപോലെ നിങ്ങളത് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കമൻസ് എൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഇനി ഒരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഒരു കാര്യം കൂടി നിങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, പുതുതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ സൈഡിൽ കാണുന്ന ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതുതായിട്ടിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.